കൊടുക്കുന്ന ആളെ അല്ല. ഈ മോഹൻലാലിൻ്റെ ഒരു ഇൻ്റർവ്യൂവിലും മോഹൻലാലിൻ്റെ അച്ഛനെക്കുറിച്ച് മോഹൻലാൽ എങ്ങും പരാമർശിച്ചിട്ടില്ല. എൻ്റെ അച്ഛൻ മരിച്ചിട്ട് പുള്ളി വന്നില്ല. അപ്പോൾ പുള്ളി സിനിമയിൽ കാണിക്കുന്ന ഒരു സംഭവവും പുള്ളി യഥാർത്ഥ ലൈഫിൽ കാണിക്കുന്നില്ല. ഒരു ഡ്യുവൽ പേഴ്സണാലിറ്റിയാണ്. ഇത് മോഹൻലാലിന്റെ അനുജനാണ്, മോഹൻലാലിന്റെ അച്ഛന്റെ ജ്യേഷ്ഠന്റെ മകനാണ്. എന്താ പേര്, ബിജു അങ്ങനെ എന്തോ ആണ് ആളുടെ പേര്. ആള് മോഹൻലാൽ എന്ന് പറയുന്ന വ്യക്തി അത്ര വെടുപ്പല്ല എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒരു പക്ഷെ വീട്ടിന്റെ അകത്തിരുന്ന് സംസാരിച്ച് തീർക്കേണ്ട വിഷയങ്ങളാകാം ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ വന്ന് ചർച്ച ചെയ്യുന്നത് എന്നുള്ളതാവും ഏറ്റവും കോമഡി. ഇദ്ദേഹത്തിന്റെ ഫാമിലിയിൽ ആര് മരണപ്പെട്ടാലും ഏതൊരു കല്യാണത്തിനാണെങ്കിലും മോഹൻലാൽ വിളിച്ചാൽ വരില്ല. അതുകൂടാതെ തന്നെ മോഹൻലാൽ എന്ന് പറയുന്ന നടൻ ജനങ്ങൾ പറയുകയാണ് എനിക്ക് നിങ്ങളുടെ അഭിനയം ഇഷ്ടപ്പെടുന്നില്ല എന്ന് പറഞ്ഞ് നിർത്തും എന്ന് പറയുന്ന നടനാണെങ്കിൽ എന്നോ നിർത്തിപ്പോവേണ്ട, സമയം കഴിഞ്ഞു എന്നുള്ളതാണ്. വകതിരിവില്ലാത്തൊരു മനുഷ്യനാണ് മോഹൻലാൽ, അല്ലെങ്കിൽ ബുദ്ധി ഇല്ലാത്തൊരു മനുഷ്യനാണ് മോഹൻലാൽ എന്നൊക്കെയാണ് ഇദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒരു 13 ലക്ഷം രൂപ ഇദ്ദേഹം മോഹൻലാലിനോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. മോഹൻലാൽ അത് കൊടുത്തില്ല. ഇത് മുൻകാല